ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇടയായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, +2 ഒരു 95% ഒക്കെ മാർക്ക് വാങ്ങണം ആഗ്രഹമുണ്ട്, കുറേ പോർഷൻസ് പെൻഡിങ് ആണ്, ഇങ്ങനെ പഠിക്കണം എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എൻ്റെ ലിസ്റ്റാണ്. ഞാനിത് ജസ്റ്റ് ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ച് തരുവാണ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്കായിട്ടുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ട പോർഷൻസ് കറക്റ്റായിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടോ, അഥവാ നിങ്ങൾ ഏതെങ്കിലും പോർഷൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ, ഇത് ഫസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ പെൻഡിങ് പോർഷൻസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫിസിക്സിൻ്റെ ആണ് തയ്യാറാക്കുന്നുള്ളത്. അപ്പോൾ ഫിസിക്സിന് ഞാൻ സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരുന്നു. അത് കൂടാതെ ഞങ്ങളുടെ സ്കൂളിൽ എടുത്തിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ പഠിപ്പിച്ചായിരുന്നു, സെമി കണ്ടക്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് മൂന്നുമാണ് എനിക്കിനി പഠിക്കാനായിട്ടുള്ള ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് D&F ബ്ലോക്ക് എലമെൻസിൻ്റെ ആ ഒരു ചാപ്റ്ററാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊരു അമീൻസിൻ്റെ ഒരു ഹാഫ് പോർഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാഫ് പോർഷനും വേണമെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ മാത്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ചാപ്റ്ററാണ്. അതിൽ 1 ചാപ്റ്റർ സ്കൂളിലും എടുത്തിട്ടില്ല, 2 ചാപ്റ്റർ ഞാൻ തന്നെ ആയിട്ട് പഠിക്കാതെ പോയതാണ്. മാത്സും കൂടെ എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എഴുതി കൊടുക്കുന്നുള്ളത് എൻ്റെ സുവോളജിയാണ്. നിങ്ങൾക്ക് ബോട്ടണി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ടണി എഴുതി കൊടുക്കാവുന്നതാണ്. എനിക്ക് സുവോളജി മാത്രമേ വേറെ പെൻഡിങ് ഉള്ളൂ. ബോട്ടണിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഒരുവിധം ഞാൻ പഠിച്ചിട്ടാണ് തന്നെ ഫുള്ള് വൃത്തിക്ക് പഠിച്ചിട്ടാണ് എക്സാമിന് പോയത്. സോ ഞാനാണെങ്കിൽ സുവോളജി ആണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. സുവോളജി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്തും പിന്നെ മൈക്രോബ്സിൻ്റെ ആ ഒരു ചാപ്റ്ററും സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മൂന്നും ഞാൻ അതിൽ എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്തും അങ്ങാണ്ട് എക്സാമിനുണ്ടായിരുന്നു. ഹ്യൂമൻ ഹെൽത്തിൻ്റെ കുറച്ചും എവല്യൂഷനും, പക്ഷേ അത് രണ്ടും ഞാൻ വലുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രണ്ടും എനിക്ക് നോക്കാനായിട്ടും ഉണ്ട്. പിന്നെ കൂടാതെ എക്സ്ട്രാ ആയിട്ട് സ്കൂളിൽ എടുത്തിട്ടുള്ളത് മൈക്രോബ്സ് ആണ്, അത് ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു 3 ചാപ്റ്റേഴ്സാണ് ഞാനിവിടെ കൊടുക്കുന്നുള്ളത്. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു സെക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ എക്സ്ട്രാ എന്ന് പറയുന്നുള്ള ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേ ബി ആ ചാപ്റ്റർ അറിയാതിരിക്കാം, അതിൻ്റെ ബേസിക്സ് അറിയാതിരിക്കാം, കൺസെപ്റ്റ് അറിയാതിരിക്കാം, എല്ലാം അറിയാതിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന് ആ ഒരു എക്സ്ട്രാ കെയർ കൊടുത്ത് നിങ്ങൾ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഇത് വെച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വെച്ച് കൊടുത്ത് നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ അറിയാം, കൺസെപ്റ്റൊക്കെ ഒരു അറിയാം, പക്ഷെ അത്ര വൃത്തിയിൽ ഡെപ്തിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്നുള്ളത് മാത്സ് മാത്രമാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരിതനുസരിച്ചിട്ട് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഞാൻ അത്യാവശ്യം ഡെപ്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ്. സോ ഞാനിവിടെ മാത്സ് ആണ് കൊടുക്കുന്നുള്ളത്. മാത്സിൽ ഞാൻ കണ്ടിന്യൂറ്റി ഇൻ്റഗ്രൽസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അതൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കണം എന്ന് തോന്നിയ ചാപ്റ്റേഴ്സ്. പിന്നെ ഞാൻ നോക്കിയപ്പോഴുണ്ടെങ്കിൽ പ്രോബബിലിറ്റി LPP ഞാൻ മറ്റേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ അത് എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രോബബിലിറ്റി LPPയും കൂടെ മറ്റേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. പിന്നെ എന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് കണ്ടിന്യൂറ്റി ഇൻ്റഗ്രൽസും തന്നെയാണ് കൂടുതലും തോന്നുന്നത്. പിന്നെ ഞാൻ കരുതി ഇൻവേഴ്സ് ട്രിഗണോമെട്രി കൂടെ കൊടുക്കാമെന്ന് കരുതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും മേ ബി ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടാണ്. അപ്പം അതിൻ്റെയും നല്ല ലൈവൊക്കെ കണ്ട് പഠിക്കണം എന്നൊക്കെയുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവധി ഇനി കറക്റ്റായിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം കൊണ്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നൈറ്റ് പഠിക്കാനായിട്ട് പറ്റും. അപ്പം ഡിസംബർ 30 തൊട്ട് നമുക്കൊരു ജനുവരി 3 അല്ലെങ്കിൽ ഒരു ജനുവരി 4 വരെ നോക്കാം. ജനുവരി 4 ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദി എക്സാം ഇല്ലാത്തവർക്ക് ജനുവരി 4 വരെയും ഹിന്ദി എക്സാം ഉള്ളവർക്ക് ജനുവരി 3 വരെയും നോക്കാനായിട്ട് ടൈമുണ്ട്. അതായത് ഏകദേശം ഇതൊരു 5 ദിവസം ഉണ്ട്. അല്ലെങ്കിൽ ഹിന്ദി എക്സാം ഇല്ലാത്തവർക്ക് ഒരു 6 ദിവസം, അങ്ങനെ ഒരു 5-6 ദിവസം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒരു മിനിമം നമുക്കൊരു 5 ദിവസം എടുക്കാം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡേ നിങ്ങൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 6 മണിക്കൂർ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ മാക്സിമം മിനിമം അല്ലാതെ ഒരു നോർമലി പോവുകയാണെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഒട്ടും കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും, അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും ഒരു ഡേ വെച്ചിട്ട് കൊടുത്തിരിക്കണം. ഈ 3 മണിക്കൂറൊന്നും അല്ല, അതിൽ കൂടുതൽ തന്നെ നമുക്കിപ്പോൾ എന്തായാലും ഫുൾ ഡേ ഫ്രീ ആയതുകൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൊടുത്താൽ മതി.
പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നുള്ളത്. നിങ്ങൾക്ക് ജനുവരി 5 തൊട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനിവിടെ ജനുവരി 6 തൊട്ടിട്ട് ജനുവരി ഒരു 15 വരെയുള്ള കാര്യങ്ങളെ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 22-നാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മോഡൽ എക്സാം ചിലപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ ആയിരിക്കാം നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ മേ ബി ഒരു ജനുവരി 17 തൊട്ടിട്ട് ആ ഒരു വീക്കിലായിരിക്കാം ജനുവരി 17 ആ ഒരു വീക്കിലായിരിക്കാം എന്ത് നടത്തുന്നത്, നമുക്ക് മോഡൽ എക്സാം സ്കൂളിൽ നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജനുവരി 6 തൊട്ടിട്ട് ജനുവരി 15 വരെ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസത്തോളം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 5-ഉം ഈ ഒരു 10 ദിവസവും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടലി ഒരു 15 ദിവസത്തെ ഗ്യാപ്പോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 ദിവസം നിങ്ങൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 15 ദിവസം നിങ്ങൾ അറിയാത്ത ചാപ്റ്റേഴ്സ് പഠിക്കുക, അറിയാത്ത ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സ് അതിന് ശേഷം പിന്നീട് നിങ്ങൾ റിവിഷൻ വെക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് തന്നെ ഫോക്കസ് ചെയ്ത് ഈ ഒരു 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പെൻഡിങ് ചാപ്റ്റേഴ്സും പോർഷൻസും ഒക്കെ തീർത്ത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ലാബ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മോഡൽ എക്സാമിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരിക്കും. ആ ടൈമിൽ വേണം നിങ്ങൾ റിവിഷൻ പ്രോസസ്സ് നടത്താനായിട്ട്. കാരണം മോഡൽ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ എന്തായാലും മോഡൽ എക്സാം ഫോക്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്രാക്ടിക്കലിൻ്റെ മോഡൽ എക്സാമിൻ്റെയും പ്രാക്ടിക്കലിൻ്റെ സമയത്ത് അത് ഫോക്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാമിന് മുന്നേ ഉള്ള ടൈമിൽ നമ്മൾ റിവിഷന് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പോർഷൻ ഉണ്ടെങ്കിൽ അത് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ മെനക്കെട്ടിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറേ ടൈം കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ പോർഷൻസും തീരത്തുള്ളൂ. പിന്നെ മാത്രമല്ല റിവിഷനും നടത്തിയാൽ തന്നെ അത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ആ ഒരു ചാപ്റ്റർ വീണ്ടും എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ 2-3 വട്ടം പഠിക്കുമ്പോഴത്തേക്കും പിന്നെ എളുപ്പമായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു റിവിഷൻ പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, മേക്ക് എ ലിസ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി സെക്ഷൻ്റെ ഒരു എത്ര ടൈം ഡ്യൂറേഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. 3 മണിക്കൂറാണോ, 5 മണിക്കൂറാണോ, 6 മണിക്കൂറാണോ, അതോ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റഡി സെഷൻ്റെ ടൈം ഡ്യൂറേഷൻ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ സംഭവം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ലിസ്റ്റ് ഉണ്ടാക്കുക, സ്റ്റഡി സെഷൻ്റെ ടൈം ഫിക്സ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കുക. നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇനിയും അടിപൊളി നല്ല വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബായ്.